ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ രേവതിനെയും രവീന്ദ്രനെയും ചന്ദ്രനെയും സച്ചിനെയൊക്കെയാണ്. അങ്ങനെ ആ ഒരു പല്ലി വീണതിൻ്റെ പേരിൽ നമ്മുടെ രേവതിനെയാണ് ചന്ദ്ര കുറ്റം പറയുന്നത്. പക്ഷെ ചന്ദ്ര തന്നെയാണ് ആ പാത്രം തുറന്നു വെച്ചിട്ട് പോയത്. അതൊന്നും ചന്ദ്ര സമ്മതിക്കുന്നില്ല. ചന്ദ്ര നേരെ രേവതിയുടെ തലയിൽ കൊണ്ട് കുറ്റം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല മോള് ചിലപ്പം പാത്രം തുറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം ചിലപ്പം പല്ലി വന്നിട്ട് വീണത്. അപ്പം പറഞ്ഞു, ഇല്ല അച്ഛാ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അത് മൂടി വെക്കും, അല്ലാതെ ഒരിക്കലും ഞാൻ തുറന്നു വെക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ദേ എന്ത് നടക്കാനോ, ഓരോന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാൻ നോക്കരുതേ, ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. അവൾ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് നിന്റെ ശ്രദ്ധക്കുറവ് തന്നെയാ രേവതി ഇതിന് കാരണം, അല്ലാതെ വേറൊന്നുമല്ല. ഭാഗ്യത്തിന് നല്ല സമയത്തിന് സച്ചു വന്നു, അതുകൊണ്ട് രവിയേട്ടൻ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിലേ വീണ്ടും എന്റെ രവിയേട്ടൻ ഹോസ്പിറ്റലിൽ പോയി കിടന്നേനെ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കരുത്, പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. മതി മതി, അവളെ കുറ്റപ്പെടുത്തിയത് മതി. ഇനിയിപ്പൊ അവളാണെങ്കിൽ കൂടി അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. ഇനി ഇങ്ങനെയൊന്നും നടക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ നടന്നു പോയതിനെ ചൊല്ലി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മോളൊരു കാര്യം മോള് ചെല്ല് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചിനെ ഒന്ന് നോക്കിയപ്പോ സച്ചു പറഞ്ഞു, നീ ഇപ്പൊ ചെല്ല്, ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചു ഇങ്ങനെ കിടന്ന് തുള്ളി കിട്ടോ. പാവം നമ്മുടെ രേവതി കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പൊ സച്ചി ചോദിച്ചു രവീന്ദ്രനോട്, അച്ഛന് വിശക്കുന്നില്ലേ, ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ടടാ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഭക്ഷണമല്ലേ ശ്രുതി കൊണ്ടുപോയത്, അവനിനി അത് കഴിച്ചു കാണുമോ? അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര, അയ്യോ രവിയേട്ടാ, ശരിയാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, പിന്നെ അവൻ കഴിച്ചാൽ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല, അവൻ ഇതിനേക്കാളും വലിയ വിഷമാണ്, പിന്നെ എങ്ങനെയാ അവൻ കഴിച്ച് കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ചന്ദ്രൻ, നീ ഭക്ഷണം കഴിക്കരുതെന്ന് സുധിയോട് ഫോൺ വിളിച്ച് പറയാൻ പറഞ്ഞു. ഞാൻ ഇപ്പം പറയാന്ന് പറഞ്ഞുകൊണ്ട് നേരെ റൂമിൽ പോകാൻ കേട്ടോ. അപ്പം ഭാമ ഇവരുടെ പുറകെ അങ്ങ് പോയി കേട്ടോ. ആരുടെ പുറകെ? നമ്മുടെ ചന്ദ്രയുടെ പുറകെ. കാരണം ഭാമയ്ക്ക് അറിയാം ആ ഭക്ഷണം തുറന്നു വെച്ചത് നമ്മുടെ ചന്ദ്രയാണെന്നും സുധി കൊണ്ടുപോയപ്പം അതിനകത്ത് പല്ലിയൊന്നും വീണിട്ടില്ല എന്നും. ഭാമ വന്നതിന് ശേഷമാണല്ലോ ആ ഭക്ഷണം തുറന്നു വെച്ചത്, ആ സാമ്പാർ തുറന്നു വെച്ചത്. അപ്പൊ നേരെ നമ്മുടെ ചന്ദ്രയല്ല, ഭാമ ചന്ദ്രയുടെ അടുത്തേക്ക് നിന്നിട്ട് പറഞ്ഞു, ചന്ദ്രേ നീ സുധിയെ വിളിച്ചിട്ട് കൊണ്ടുപോയ ഭക്ഷണം കഴിക്കില്ലെന്നൊന്നും പറയുന്നില്ലേ? അത് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല, അബദ്ധം പറ്റിയത് എനിക്കാ. ഓഹോ, അപ്പൊ നിനക്ക് മനസ്സിലായല്ലേ? എനിക്കറിയായിരുന്നു നിനക്ക് അബദ്ധം പറ്റിയതെന്ന്. നീ സാമ്പാർ പാത്രം അടച്ചില്ല, കുറ്റം രേവതിയുടെ തലയിലും. നടന്നത് എന്താണെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിലേ നിന്നെ അവരെല്ലാം കൂടെ ചേർന്ന് ശരിയാക്കിയേനെ. എന്റെ പൊന്നു ഭാമേ, നീ വാ തുറക്കാത്തത് നന്നായി. പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ മറച്ചട്ടി കിടന്ന് വറക്കപ്പെടുന്നുണ്ടായിരിക്കും. എങ്കിലും എന്റെ പൊന്നു ചന്ദ്ര, എന്തൊക്കെയാ നീ അവളോട് പറഞ്ഞത്? സച്ചി അവളോട് ദേഷ്യപ്പെട്ടു. ഹേയ് പോട്ടെ, അതൊന്നും സാരമില്ല. തെറ്റ് എന്റെ ഭാഗത്താണെങ്കിലും ഇനിയിപ്പം ആരും അതറിയണ്ട. മനസ്സിലായി. അമ്മായിയമ്മ ഉടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൺചട്ടി, മരുമകള് ഉടച്ചു കഴിഞ്ഞാല് പൊൻചട്ടി, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതറിയാമോ നിനക്ക്? നിന്റെ ഒരു പഴഞ്ചൊല്ല് നീ നിർത്തുന്നുണ്ടോ? അല്ല, ഒരു കാര്യം ചെയ്യാം, ബാ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അതെ, നീ അങ്ങ് തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ മതി, ഞാൻ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിച്ചോളാം. ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനേ സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് പേടിയാ, ഞാൻ പോവാന്നും പറഞ്ഞ് ഭാമ അങ്ങ് പോയിട്ടോ. ചന്ദ്രയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയാ, എന്റെ ഈശ്വര, ആർക്കും ഒന്നും പറ്റാത്തത് ഭാഗ്യം. ആരെങ്കിലും ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായി തീരുമായിരുന്നു. ഏതായാലും ഈ ദീദി ചെവി അറിയണ്ട എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. അങ്ങനെ നമ്മുടെ വർഷ ഇങ്ങനെ നെയിലൊക്കെ കട്ട് ചെയ്തോണ്ട് ഇരുന്നപ്പോഴത്തേക്കും ശ്രീകാന്ത് കയറി വന്നിട്ടേ, നീ ഇന്ന് നേരത്തെ വന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയാണെങ്കിൽ ഇങ്ങനെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ശ്രീകാന്ത് ചോദിച്ചു, ഇതെന്താ നീ കാണിക്കുന്നത്? സന്ധ്യയ്ക്ക് ശേഷം നഖം വെട്ടാൻ പാടില്ല. നീ എന്താ ശ്രീകാന്ത് വയസ്സായ ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്? വയസ്സായ ആൾക്കാർ പറയാറുണ്ട്, രാത്രിയില് നഖം വെട്ടിയാല് ചരിത്രം വരുന്നു. അയ്യേ, ചരിത്രമല്ലടി, ദാരിദ്ര്യം വരുന്നു. അതെങ്കിൽ അത് പഴയ ആളുകളെ പോലെ സംസാരിക്കാതെ എനിക്ക് നല്ല തലവേദനിക്കുന്നു. നീ ഒരു കാര്യം ചെയ്തേ, പോയി എനിക്ക് കുറച്ച് ചായ എടുത്തോട്ട് വാ. അപ്പൊ നിനക്ക് അതുപോലെ സ്വന്തമാക്കി ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ല? അത് പിന്നെ നീ ഉണ്ടാക്കിയ കിട്ടുന്ന ആ ചായയുടെ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലില്ല. അതുകൊണ്ട് പ്ലീസ് ശ്രീകാന്ത്, എനിക്കൊരു ചായ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഏതായാലും ചായ എടുക്കാൻ വേണ്ടി നമ്മുടെ ശ്രീകാന്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ശ്രീകാന്ത് ഒരു കാര്യം ഓർത്തത്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, അതേ പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനേ ഇന്നെന്റെ അമ്മേനെ കണ്ടിരുന്നു. അപ്പൊ നീ നിന്റെ വീട്ടിൽ പോയോ?
ഏയ് വീട്ടിൽ പോയൊന്നുമില്ല, അമ്മ എന്നെ കാണാൻ വേണ്ടി വന്നതാ. ഓഹോ, അത് കൊള്ളാലോ. റെസ്റ്റോറന്റിലേക്ക് പോകുമ്പോ വഴിയിൽ വെച്ചാ കണ്ടത്. കുറെ നാളുകൾക്ക് ശേഷം ഇന്നാ ഞാൻ അമ്മയോട് മനസ്സറിഞ്ഞൊന്ന് സംസാരിച്ചത്. ആ, ഇന്ന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നിനക്ക് ഇത്രയും നാള് സന്തോഷം ഉണ്ടായിരുന്നില്ലേ? അതാണോ നീ ഉദ്ദേശിച്ചത്? അതൊന്നും അല്ല, എനിക്ക് ഇന്നിട്ട് ചെറിയ സന്തോഷം വന്നു. ഏതായാലും എന്റെ അമ്മയല്ലേ. അല്ല, നിന്റെ അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ? വഴക്കൊന്നും പറഞ്ഞില്ല, ചെറിയൊരു പരിഭവവും പരാതിയൊക്കെ പറഞ്ഞു. നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അമ്മയോട് മുന്നേ പറയുമായിരുന്നെങ്കിലേ അമ്മ മുന്നേ കല്യാണം നടത്തി തരുമായിരുന്നെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. അല്ലെങ്കിൽ നിനക്കെപ്പോഴും ബുദ്ധി വൈകിയല്ലേ വരത്തുള്ളൂ. അല്ല, വീട്ടില് മറ്റുള്ളവരെല്ലാവരും എന്നോട് ദേഷ്യത്തിൽ തന്നെയാ. അമ്മ എന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഓ, സൂപ്പർ! എത്ര പെട്ടെന്ന് അവരുടെ മനസ്സ് മാറിയത്. എന്റെ വീട്ടിൽ നിന്ന് എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ല. നിന്റെ വീട്ടിൽ നിന്ന് നിന്നെ അമ്മ വിളിച്ചില്ലേ? എങ്കിൽ പിന്നെ നീ പോയിട്ട് വാ. അത് പിന്നെ എന്നെ തന്നെയല്ല വർഷ വിളിച്ചത്, നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, വർഷയില്ലാതെ എങ്ങനെ വരുന്നത്? അപ്പം മരുമകളെയും കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഏ, സത്യമാണോ? അങ്ങനെ അങ്ങനെ നിന്റെ അമ്മ പറഞ്ഞോ? ആ, ദേ, എന്റെ വീട്ടിൽ കഴിയണമെന്ന അമ്മയ്ക്ക് കൂടുതൽ ആഗ്രഹം. എനിക്കും ആഗ്രഹം അത് തന്നെയാ. ആണോ? ആഹാ, ഞാൻ ഓർത്തു, ദേ, നിനക്ക് എന്റെ കൂടെയുള്ള ലൈഫ് ബോറടിച്ചു, നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ നീ എന്നെ വിട്ടിട്ട് പോകുന്നൊക്കെയാ. അയ്യേ, നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല ശ്രീകാന്തെ, കല്യാണം കഴിഞ്ഞു, നമുക്കിടയിൽ നടക്കേണ്ടതൊക്കെ നടന്നു. ഇനിയിപ്പൊ നീ എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാല് നിർത്തുന്നുണ്ടോ? നീ എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. ഞാൻ എന്താ അത്രയ്ക്ക് ചീപ്പാണോ? പക്ഷെ നീ എന്താ ഇത്രയും ദിവസമായിട്ട് എന്നെ മനസ്സിലാക്കാത്തത്? ദേ, വാ, നീ വീട്ടിലേക്ക് മോനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് എന്താ പറഞ്ഞെന്നോ? വർഷയില്ലാതെ ഞാൻ വീട്ടിലേക്ക് വരില്ല, വർഷ എന്റെ ഭാര്യയാണെന്ന്. ദേ, നീ ദേഷ്യപ്പെടാതെ ശ്രീകാന്തെ, ഞാൻ അറിയാതെ ഇനി ഇങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. ഇല്ലില്ല, ഞാൻ ഇനി ഇങ്ങനെയൊന്നും പറയില്ല. അതെ, എന്റെ ജീവൻ പോയാലും പാതി വഴിയിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങും പോയില്ല. ഈ ജീവിത അവസാനം വരെ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാകും. ആ വാക്ക് ഞാനാ വർഷ നിനക്ക് തരുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും വർഷയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, എന്തെന്താ ചായ ഒന്നുമില്ലേ? അത് പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിക്കുക. എന്തിനാടി ഇത്രയും വലിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എത്ര ലിറ്റർ പാലാടി നീ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്നത്? അല്ല അമ്മേ, ആന ചായ കുടിക്കുവോ? ഇതെന്താ കല്യാണ വീടാണോ ഇത്രയും വലിയ പാത്രത്തിൽ ചായ ഉണ്ടാക്കി വെക്കാന്? അതെ, ഈ പാത്രത്തിലല്ല ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ചായ അതെ ആ പാത്രത്തിലാ. ഓ, ആണോ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോ അതൊക്കെ നമ്മുടെ ചന്ദ്ര പോയി ചായയൊക്കെ ഇങ്ങനെ തുറക്കാൻ കേട്ടോ. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഭക്ഷണം എല്ലാം ഇങ്ങനെ പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, ഇതെന്താ ഇന്ന് നിനക്ക് പറ്റിയത്? ചോറും കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അന്ന് നേരത്തെ നീ ചോറും കറിയും ഉണ്ടാക്കി വെച്ചിട്ട് പോയപ്പോഴാ സാമ്പാറിലും ഒക്കെ പല്ലീനൊക്കെ കിട്ടിയത്. ഇന്ന് നീ പഴുതാരനെ ഇട്ടിട്ടാണോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതെ അമ്മേ, പഴുതാരനെ കിട്ടിയില്ല, ഇന്ന് 2 തവളേനെ കിട്ടി. ആ തവളേനെ ഇട്ടാ ഞാന് സാമ്പാർ ഉണ്ടാക്കി വെച്ചത്. പിന്നല്ല, ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്, എന്റെ അശ്രദ്ധ കാരണമല്ല അതില് പല്ലി വീണത് എന്ന്. ഞാൻ പോയതിനു ശേഷം മറ്റാരോ കറി എടുത്തു, അപ്പോഴത്തേക്കും ആരോ പാത്രം അടച്ചു വെച്ചില്ല, അപ്പോഴാണ് അതിൽ പല്ലി വീണത്, അല്ലാതെ ഞാനൊന്നുമല്ല. ഓ, പിന്നെ എന്ത് ചെയ്താലും നീ അത് മറ്റുള്ളവരുടെ തലയിലിടാൻ മിടിക്കുകയാണല്ലോ. ഈ കാര്യത്തിൽ നിങ്ങളുടെ അത്ര മിടിക്കൊന്നും അല്ല. എന്താടി നിനക്ക് എന്നെ ഒരു വിലയും ഇല്ല ഇപ്പം. എന്തിനാടി എല്ലാത്തിനും തർക്കുത്തരം പറയുന്നത്? എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ അത് തിരുത്തണമല്ലോ. ഏതായാലും സാരമില്ല, ഒരു നിമിഷം നിങ്ങളെ നിക്കട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്രയല്ല, രേവതി കറിയൊക്കെ എല്ലാം അവിടെ എടുത്തു വെച്ചിട്ട് എങ്ങോട്ടേക്കൊക്കെ പോയിട്ടോ. എങ്ങോട്ടൊക്കെ പോയതല്ല കേട്ടോ, അവിടെ നിന്നിട്ട് തന്നെ നമ്മുടെ ചന്ദ്രയോട് പറയാണ്, ദേ ഈ കറിയിൽ നോക്ക്, ഇതില് പല്ലിയോ പഴുതാരയോ തവളയോ ഉണ്ടോന്ന് നോക്ക്, ഇനി ഈ കറിയിൽ ഉണ്ടോന്ന് നോക്ക്, ഇനി ആ കറിയിൽ ഉണ്ടോന്ന് നോക്ക്, അങ്ങനെ എല്ലാ കറിയിലും ഉണ്ടോന്ന് നോക്ക്. അത് നോക്കിയിട്ട് അമ്മ ഇവിടുന്ന് പോയാ മതി. അല്ലാതെ ഇനി എങ്ങാണോ ഇത് തുറന്നു വെച്ചിട്ട് ഇതിനകത്ത് വല്ല പല്ലിയോ പാറ്റയോ ഒക്കെ വീണ് കഴിഞ്ഞിട്ട് എന്റെ തലയിൽ കൊണ്ട് കുറ്റം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഇത് അമ്മ മാത്രം അറിഞ്ഞാൽ പോരാ, അതുകൊണ്ട് ഇവിടെ എല്ലാവരും അറിയണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ശ്രുതി കയറി വന്നിട്ട് പറഞ്ഞു, അതെ രേവതി, ഒരു ടീ വേണമെങ്കിലേ നീയേ ഉണ്ടാക്കി കുടിക്കേ, ഏതേ എനിക്കിപ്പോ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശ്രുതി എന്നിങ്ങനെ പെട്ടെന്ന് ഞെട്ടി കിട്ടോ, കാരണം രേവതി അങ്ങനെ പറയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ രേവതി വീണ്ടും ശ്രുതിനെ കാണിക്കുകയാണ്. ശ്രുതി അവിടെ നിൽക്കുക, ദേ ഇതിനകത്ത് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഇതിനകത്ത് എന്തെങ്കിലും വീണിട്ടുണ്ടോ എന്ന്. ഇനിയിപ്പം ശ്രുതിക്ക് അത് പറ്റില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ വീട്ടിലെ എല്ലാവരോടും വിളിച്ചു പറയാം, എല്ലാവരും വന്ന് ഇതൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ആ ഉണ്ടാക്കിയ സാധനം എല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് പോവുകയാണ്. എന്നിട്ട് എല്ലാരും പോയി വിളിക്കുകയാണ് കേട്ടോ. എല്ലാവരോടും ഒന്ന് പറയണമല്ലോ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രേവതിക്ക് അത്രയും തലവേദന കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി, സച്ചേട്ടാ ഒന്നിങ്ങ് വന്നേ, പിന്നെ വരുമ്പോ നിങ്ങളുടെ ഏട്ടനെയും കൂടെ കൂട്ടണേ. എന്നിട്ട് പതുക്കെ നമ്മുടെ രവീന്ദ്രനെ വിളിക്കാനും പോയിട്ടോ.
അപ്പൊ ഇതൊക്കെ കാണിക്കുന്നുണ്ടപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇതെന്താ ശ്രുതി മോളെ, ഇവക്ക് വട്ടായോ, ഇവക്ക് മുതുവട്ടായോ എന്ന് വെച്ചപ്പോഴത്തേക്കും എനിക്കറിയത്തില്ല അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി ഇറങ്ങി വന്നിട്ട്, എന്താ എന്താ എന്നെ വിളിച്ചത്? അതെ, എല്ലാവരും കണ്ണു തുറന്ന് നോക്കിക്കോ, ഇതിലെ കറി കഷ്ണങ്ങൾ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്, ഈ പല്ലിയോ പാറ്റയോ പഴുതാരയോ തവളയോ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്ക്. ഇതിൽ പച്ചക്കറി കഷ്ണങ്ങളല്ലാതെ വേറെ വല്ലതും ഉണ്ടോ സച്ചേട്ടാ? ഒന്ന് നോക്ക് സച്ചേട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു, ഇതെന്താ നീ സർക്കസിന്റെ മജീഷ്യൻ ഓരോന്നെടുത്ത് ചോദിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ആർക്കും ഒന്നും വിശ്വാസമാവില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇതിൽ പല്ലിയും പഴുതാരൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ചല്ലോ അല്ലെ? ഇനി ഞാൻ ഈ വീട്ടിൽ വന്നത് മുതലേ ഭക്ഷണം ഉണ്ടാക്കുന്ന കേട്ടോ, ഭക്ഷണം കൊള്ളില്ലാന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. 2-3 തവണ ചോദിച്ചു വാങ്ങി കഴിക്കുന്നവരൊക്കെയല്ലേ നിങ്ങള്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയതിന് ഉപ്പോ എരിവോ എന്തേലും കൂടിയിട്ടോ കുറഞ്ഞോ പോയിട്ടുണ്ടോ? ഒരു തലമുടി പോലും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ അത്രയ്ക്ക് ശ്രദ്ധയോടുകൂടി തന്നെയാ ഓരോ ഭക്ഷണവും പാചകം ചെയ്യുന്നത്. ഈ വീട്ടിൽ അച്ഛൻ ഒഴിവേ ആർക്കും എന്നെ ഒരു വിശ്വാസവും ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ഓഹോ നിനക്ക് എന്താ ബാധ കൂടിയോ? നീ എന്താ കുറെ നേരം ആയല്ലോ നിന്ന് വിറയ്ക്കുന്നത്? അത് പിന്നെ എന്റെ വിഷമം കൊണ്ട് പറയുന്ന അമ്മേ, എനിക്ക് തെറ്റു പറ്റിയിട്ടില്ല എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു നിങ്ങളോട്, എന്നിട്ട് ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോ. എന്ത് സാഹചര്യ തെളിവ്? എന്താ ശ്രുതി, നീ വലിയ പോലീസ് ഓഫീസറാണ്? ഇപ്പം ഈ വീട്ടിൽ പാചകം ചെയ്യാൻ പേടിയാ. എന്ത് ചെയ്താലും കുറ്റം എന്റെ തലയിലാണല്ലോ കൊണ്ടിടുന്നത്. അതുകൊണ്ടാ എല്ലാവരെയും ഞാൻ വിളിച്ചിന്നുണ്ടാക്കിയ ഭക്ഷണം കാണിച്ചത്. അപ്പൊ ചന്ദ്ര പറഞ്ഞു, എന്തൊരു അഹങ്കാരം ഇവൾക്കൊന്ന് നോക്കിക്കേ. ഇവളുടെ അഹങ്കാരം ചില്ലറയല്ലല്ലോ. പിന്നെ അവക്കൊരു അഹങ്കാരവും ഇല്ല. മോള് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റുമില്ല. അപ്പൊ സച്ചി പറഞ്ഞു, ഓ ഇതൊക്കെ കുറച്ച് ഓവറാ. അപ്പൊ വീണ്ടും നമ്മുടെ രേവതി പറഞ്ഞു, സത്യമായിട്ടും എനിക്ക് ഓവറാണെന്ന് തോന്നുന്നില്ല. ഓവർ ആകേണ്ട സ്ഥലത്ത് ഓവർ ആകാത്തതായിരുന്നു എനിക്ക് പറ്റിയ തെറ്റ്. അച്ഛ ഞാനൊന്ന് പുറത്തു പോകട്ടെ, ഞാൻ പെട്ടെന്ന് വരാം. പുറത്തു പോകാനോ? അല്ല, നീ രാവിലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചപ്പോഴേ എനിക്ക് തോന്നി എവിടെയോ പോകാനുള്ള നിന്റെ പരിപാടിയാണെന്ന്. ഇപ്പം ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഈ ഏർപ്പാട്. എവിടെയാടി നീ രാവിലെ കറങ്ങാൻ പോകുന്നത്? അത് പിന്നെ ഞാൻ കറങ്ങാൻ പോകുന്നതല്ല, ഞാനൊന്ന് ക്ഷേത്രത്തിൽ പോകുന്നത്. ദിവസവും എന്തിനാ ക്ഷേത്രത്തിൽ പോകുന്നത്? അത് പിന്നെ ഇന്ന് വിശേഷ ദിവസമാ. വിശേഷ ദിവസം ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാല് നല്ലത് നടക്കുന്ന പറയുന്നത്. നല്ലത് നടക്കും. കുറെ നല്ലതാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്നും നീ കാരണം ഇവിടെ നല്ലതാണല്ലോ നടക്കുന്നത്. അപ്പോഴും നമ്മുടെ സച്ചി പറഞ്ഞു, ഇപ്പൊ നീ എങ്ങോട്ടേക്കും പോണ്ട, നീ എങ്ങും പോണ്ട. കുറച്ച് കഴിയുമ്പോ ഇവരൊക്കെ ഇവരുടേതായ വഴിക്ക് പോകും. അത് കഴിയുമ്പോ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് നീ ഇവിടെ നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ? നീ എന്നെ കളിയാക്കുകയാണോ? എന്നെ നോക്കാനേ ഞാൻ മതി. അത് പിന്നെ അച്ഛന് സമയാസമയം ഭക്ഷണമൊക്കെ എടുത്തു തരണത് ആരാ? അത് പിന്നെ ഞാൻ എന്താ ഇവിടെ ഓർമ്മ നശിച്ച് കിടക്കുകയാണോ? എനിക്ക് തന്നെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ എന്താ അറിയത്തില്ലേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി ചോദിച്ചത്, അല്ല എന്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയാ രേവതി നീ ഇപ്പൊ അമ്പലത്തിലേക്ക് പോകുന്നത്? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പിന്നെ മുടിഞ്ഞു പോകാൻ വേണ്ടിയാ ഇവള് പ്രാർത്ഥിക്കാൻ പോകുന്നത്, അല്ലാതെ ആർക്കെങ്കിലും നല്ലത് വരുത്താൻ വേണ്ടി ഇവള് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ആഹാ ചന്ദ്രേ, മറ്റുള്ളവരുടെ മനസ്സ് നീ പെട്ടെന്ന് വായിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇതൊന്നും കാര്യമാക്കണ്ട മോളെ. നീ ഒരു കാര്യം ചെയ്യ, നീ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ നീ പതിയെ വന്നാ മതി. ഏതായാലും സച്ചി നീയും കൂടെ ഇവളുടെ കൂടെ ചെല്ല്. അച്ഛാ എനിക്ക് വേറൊരു സ്ഥലം വരെ പോണം, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, അച്ഛാ ഞാനേ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, ഭക്ഷണമൊക്കെ സമയത്ത് എടുത്ത് കഴിക്കണം കേട്ടോ. അയ്യോ പിന്നെ ഭക്ഷണമൊക്കെ എനിക്ക് എടുത്തു കൊടുക്കാൻ അറിയാം, നിനക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഉത്തരവാദിത്വം ഉള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പോകുന്നതൊക്കെ കൊള്ളാം, പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിയേക്കണം, അല്ലാതെ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സന്ധ്യ ആവുമ്പോഴല്ലേ ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടതെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ. രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു, ഷോ ദേ രേവതി പോയി, ഇനി ആരാ എനിക്ക് ചായ ഇട്ട് തരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ സുധി, നിനക്ക് ഒരു ഭാര്യയില്ലേ ഇവിടെ? ആ ഭാര്യ നിനക്ക് ചായ ഇട്ട് തരില്ലേ? എന്താ രേവതി ഇവിടുത്തെ വേലക്കാരിയാണോ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കാന്? മോളെ ശ്രുതി, ഇവന് ഒരു ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രുതി ആണെങ്കിൽ സുധീനെ വിളിച്ചോണ്ട് അങ്ങ് പോയിട്ടോ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഇവൾ എന്തിനാ ഈ രാവിലെ എന്നും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. നിനക്ക് പന്തികേട് മണക്കും, കാരണം നീ തന്നെ ഒരു പന്തികേടല്ലേ, പിന്നെ എങ്ങനെയാ പന്തികേട് മണക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനും അകത്തേക്ക് അങ്ങ് കയറി പോയിട്ടോ. ചന്ദ്രയാണെങ്കിൽ എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രേവതി നേരെ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങി ഒരു അമ്പലത്തിന്റെ ഫ്രണ്ട് നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് കേട്ടോ. വേറൊന്നുമല്ല, എന്റെ സച്ചേട്ടന് വേണ്ടി ഞാൻ ആ ഫൈനാൻസറുടെ വീട്ടിൽ പോകുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് മാറ്റി തരണമേ,
കാറ് തിരികെ തരാനുള്ള ഒരു മനസ്സുണ്ടാകണേ. പാവം എന്റെ ഭർത്താവ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സച്ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ കാണുന്നുണ്ടല്ലോ. വല്ലാത്തൊരവസ്ഥ തന്നെയാ. ഇതുവരെ ചെയ്യാത്ത ജോലികളൊക്കെയാ ചെയ്യുന്നത്. കൂടുതൽ എന്നെ കരയിക്കരുത് ഈശ്വര, എല്ലാം പെട്ടെന്ന് ശരിയാക്കി തരണേ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ രേവതി പോകുന്നത് ആ ഫൈനാൻസറിന്റെ വീട്ടിലേക്കാണ് കേട്ടോ നേരെ. അങ്ങനെ രേവതി ആണെങ്കിൽ കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടാട്ടോ നേരെ ഫൈനാൻസറിന്റെ വീട്ടിലേക്ക് വെച്ചു പിടിക്കുന്നത്. അപ്പൊ ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളെ, കാണുന്ന ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ മോള് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാലേ എന്റെ പെട്രോളാ തീർന്നു പോകുന്നത്. അറിയാലോ, ഇപ്പം പെട്രോളിനും ഡീസലിനൊക്കെ വല്ലാത്ത വിലയാ. അതുകൊണ്ട് ഓട്ടോ കൂലി ചിലപ്പം കൂട്ടിന്നൊക്കെ ഇരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും അത് സാരമില്ല, ഞാൻ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകുന്നതാ, അപ്പൊ അത് നടക്കാൻ വേണ്ടി ചേട്ടാന്ന് പറഞ്ഞപ്പം, അല്ല പൈസ തരാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ലെങ്കിൽ മോളൊരു കാര്യം ചെയ്യണം, വേറെ വല്ല വണ്ടിക്കും പൊക്കോണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയിലാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഓട്ടോയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും ശ്രുതിനെ പെട്ടെന്നൊരു വീട്ടിലേക്ക് വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം, എനിക്ക് കുറച്ച് സ്പായും മസാജൊക്കെ ചെയ്യാനുണ്ട്, അപ്പൊ പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു വിളിക്കുന്നു. ആ മേഡം ഇപ്പൊ വരാലോ എന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി പോകുന്നത് എങ്ങോട്ടേക്കാണെന്നറിയാമോ? ഈ ഫൈനാൻസറിന്റെ വീട്ടിലേക്ക് തന്നെയാണ് നമ്മുടെ ശ്രുതിയും പോകുന്നത്. അങ്ങനെ ശ്രുതി ആ ഫൈനാൻസറിന്റെ വീട്ടില് അവിടുത്തെ ആ ഒരു ഫൈനാൻസറിന്റെ ഭാര്യയ്ക്ക് എന്തോ സ്പാ ചെയ്യാനോ മസാജ് ചെയ്യാനോ ഒക്കെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ രേവതിയും അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ശ്രുതി ചെന്ന് കയറിയപ്പോ തന്നെ ആ ഫൈനാൻസറും അവിടെ ഉണ്ടായിരുന്നേ. അപ്പം ഫൈനാൻസറിന്റെ ഭാര്യയുടെ പെടലിക്ക് എന്തോ വേദനയൊക്കെയാണ്, അപ്പൊ അതുകൊണ്ട് മസാജ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പം ആ മേഡം പറഞ്ഞു, കയറി വാ ശ്രുതി. അല്ല എങ്ങനെ പോകുന്നു? പുതിയ ബ്യൂട്ടി പാർലറൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് തന്നെ പോകുന്നോ? ആ നന്നായി പോകുന്നുണ്ട് മേഡം, കുഴപ്പമൊന്നുമില്ല. അല്ല മേഡത്തിന് ഷോൾഡർ പെയിൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായോ? ആ 2 ദിവസമായി മോളെ, വല്ലാത്ത വേദനയുണ്ട്, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഫൈനാൻസർ പറഞ്ഞു, ശ്രുതി കാശ് എത്ര വേണമെങ്കിലും തരാം, നീയേ ഇവളുടെ പെയിൻ ഒന്ന് മാറ്റി കൊടുക്കണം. സാറേ, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാല് മേഡത്തിന് വേണമെങ്കിൽ ഓട്ട മത്സരത്തിന് വേണേ പങ്കെടുക്കാം. ഒരു മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന കാര്യമൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ മാറ്റി തരാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആ ഒരു മേഡത്തിന്, അതായത് ആ ഒരു ഫൈനാൻസറുടെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രുതി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ സാറേ ഞാനൊരു ക്രീം ഇറക്കിയിട്ടുണ്ട്, ചൈനയിൽ നിന്ന് ഇറക്കിയതാ, അത് കുറച്ച് കാശ് കൂടുതലുള്ള ക്രീമാ, ഒരു 8,000 രൂപ വിലയുള്ള ഓയിലാ, അത് പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മാറും. സാർ എനിക്കൊരു 4,999 രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മാറ്റിത്തരാൻ ഞാൻ ആ ഓയിൽ പുരട്ടിയിട്ട്. എത്ര രൂപ വേണമെങ്കിലും തരാം എന്റെ ശ്രുതി, ഇതൊന്ന് പെട്ടെന്ന് നീ മാറ്റി തന്നാ മതി, എങ്കിൽ പിന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ തിരുമാൻ തുടങ്ങി കേട്ടോ, കഴുത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യാൻ തുടങ്ങി. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ രേവതി ആ വീട്ടിൽ തന്നെ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഓട്ടോയ്ക്ക് വന്ന് ഇറങ്ങുന്നു. നമ്മുടെ രേവതി പതിയെ വീടിനകത്തേക്ക് കയറി വരുന്നു. അപ്പോഴത്തേക്കും ആ ഒരു തിണ്ണയിൽ വന്നപ്പോ തന്നെ അവിടെ ഫൈനാൻസർ ഉണ്ടായിരുന്നു. അപ്പൊ ഫൈനാൻസർ തിണ്ണയിൽ നിൽക്കുകയാണ്. അകത്തേക്ക് നമ്മുടെ രേവതി കയറി വന്നു. അപ്പൊ അതിന്റെ സൈഡിൽ ഇരുന്ന് തന്നെയാണ് കേട്ടോ ശ്രുതി ആണെങ്കിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഫൈനാൻസർ ചോദിച്ചു, അല്ല രേവതി, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. അപ്പൊ രേവതി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് കണ്ടത്. ശ്രുതി നിൽക്കുന്നത് കണ്ടതും അന്തം വിട്ടു പോയിട്ടോ. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.